ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻവെന്റർ ബേർഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കുമെന്ന്. അപ്പം ഇന്ന് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാനൊരു ടൈമർ സോക്കറ്റ് സ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈമർ സോക്കറ്റ് സ്വിച്ച്. മൊത്തത്തിൽ ഒന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം 10 ആമ്പിയർ, 2300 വാട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഇനി എന്തെങ്കിലും ഉണ്ടോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. നമുക്ക് അത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഒക്കെ എഴുതിയിരിക്കുന്നു. നമുക്ക് മൊത്തത്തിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കഴിയുമ്പോൾ യൂട്യൂബിലൊന്നും ഈ ഒരു മോഡലിലെ പ്രോഗ്രാമിങ്ങോ അൺബോക്സിങ് റിവ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് പ്രോഗ്രാമിങ് നോക്കാം. നമുക്ക് ടൈമിനെക്കാട്ടി മുമ്പേ നമുക്ക് വീക്ക് സെറ്റ് ചെയ്യണം, അതായത് ആഴ്ച, ഇന്നത്തെ ദിവസം ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്കിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ വീക്കിനകത്ത് മാറി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മാറി വരുന്നത് നമുക്ക് കാണാം. ഇന്ന് വ്യാഴാഴ്ചയാണ്, നമ്മൾ വ്യാഴാഴ്ച സെറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ക്ലോക്കിനകത്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹവറിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ ഹവർ മാറി വരും. ഇത് ഒരു 24 ഹവർ ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതേ രീതിയിൽ ചെയ്യണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 4:58 ആയി. നമുക്ക് 16:58 ആക്കാം. ഓക്കെ, 16:58. ഞാൻ ആൾറെഡി ഒന്ന് ടൈം സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, അടുത്ത മിനിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ക്ലോക്കിനകത്ത് ഇതുപോലെ തന്നെ ക്ലോക്കിനകത്ത് പ്രസ് ചെയ്ത് മിനിറ്റിനകത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മിനിറ്റ് മാറി വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മാറ്റി 58 കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ 58 കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഇതാണ് ടൈം സെറ്റായി. 4:58, 16:58 അതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ 1-2 ചെയ്ത് നോക്കിയായിരുന്നു സാമ്പിളിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു 10-16 പ്രോഗ്രാമിങ് പാറ്റേൺസ് നമുക്ക് കിട്ടും. 16 രീതിയിൽ നമുക്ക് ഓൺ ഓഫ് ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 1-2 ചെയ്തുകൊണ്ട് മൂന്നാമത്തെയാണ് ചെയ്യുന്നത്. ഓണിനകത്ത് കൊണ്ട് വെച്ചിട്ട് വീക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിക്കഴിയുമ്പം ആദ്യമേ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ വീക്കുകളും വരും. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നായി ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മാറ്റി ഇടാം. ഓക്കെ, അതിനുശേഷം നോക്കുമ്പോൾ മൾട്ടി പാറ്റേൺസ് ആണ്. പല രീതിയിൽ പല പാറ്റേണിലാണ് വരുന്നത്. പല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അതിനുശേഷം ഈ വീണ്ടും ഒന്നേന്ന് വരും. നമുക്കിപ്പോൾ അത് മതി. ടോട്ടലി എല്ലാ ദിവസവും നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്ലോക്കിനകത്ത് നോക്കി കഴിയുമ്പോൾ 16:59 ഇപ്പോൾ. അപ്പോൾ നമുക്ക് 17 ഓണായി 17:01 ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓണിൽ കൊണ്ടുവച്ചിട്ട് ഹവറിനകത്ത് ഞെക്കി പോയി കഴിയുമ്പോൾ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓഫിനകത്ത് വരിക. ഇതുപോലെ തന്നെ വീക്കിനകത്ത് സെറ്റ് ചെയ്യുക. വീക്ക് ഏതൊക്കെയാണ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഹവർ സെറ്റ് ചെയ്യുക, മിനിറ്റ് സെറ്റ് ചെയ്യുക. ഞാൻ ചെയ്തപ്പോൾ അറിയാതെ ഒന്ന് മിസ്സായി. 17. ഓക്കെ, അടുത്ത 17 ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ മിനിറ്റും ഒക്കെ ഓൺ ഓഫ് സെറ്റ് ചെയ്തു. 17:02 ഓണും 17:03 ഓഫുമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പം 5:01 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം വീണ്ടും ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വരാൻ നേരത്ത് ടൈം പോയതുകൊണ്ട് 17:05 ഓണും 17:04 ഓണും 17:05 ഓഫുമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 17:04 ആവാറായി. ഓക്കെ, നമ്മൾ കുത്തി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, 17:05 ആയപ്പോൾ കറക്റ്റ് ഫാൻ ഓണായി, ടൈമർ ഓൺ ആയിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിൽ ഒരു ചുമപ്പ് LED ബട്ടൺ കത്തിയിട്ടുണ്ട്. LED കത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊരു ചെറിയൊരു ബട്ടണുകളുണ്ട്, ഒരു 6 നമ്പർ. അതെന്തിനാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാനാണ്.
അത് ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടലി ഒന്നേന്ന് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓൺ ഓഫ് ആട്ടോ എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലാതെ തന്നെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി വിടാം. ഓക്കെ, 17:05 ഇപ്പം LED ഓഫ് ആയിട്ടുണ്ട്. അതായത് ടൈമർ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഫാനും ഓഫ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഫാൻ ഓഫ് ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, നിങ്ങളും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്തൊരു അൺബോക്സിങ് നോക്കാം. പക്ഷേ അത് നമുക്ക് ഈ വീഡിയോയിലില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.